ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെനൻ്റെ ഒരു പവർ ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ പവർ ബട്ടണാണ്. ഇതിന് ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കാണുന്നത് ഇതിൻ്റെ സ്പീക്കർ ഓൺ ഓഫ് ആണ്. അതിന് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതിൻ്റെ വോളിയം കൺട്രോളാണ്. ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് വോളിയം കൺട്രോളാണ് ഇതിലുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വ്യൂ നോക്കാം. അപ്പോൾ ബാക്ക് വ്യൂ നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇൻപുട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ്. ഇത് ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. നമുക്കൊരു 12 വോൾട്ട് ട്രിഗർ ഉപയോഗിച്ച് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈന്ന് റിലീസ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ സ്പീക്കേഴ്സാണ്, ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും. ഇത് നമുക്ക് മോണോ ആയിട്ടും സ്റ്റീരിയോ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് അവർ ബ്രാൻഡിങ് ആണ്, ഡെനൻ മോഡൽ നമ്പർ POA 800. ഈ കാണുന്നത് ഇതിൻ്റെ മോഡ് സെലക്ടറാണ്, സ്റ്റീരിയോ മോണോ. സ്റ്റീരിയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 50 വാട്ട്സ് ആണ് പെർ ചാനലിന് കിട്ടുന്നത്. മോണോ ആണെങ്കിൽ 120 വാട്ട്സ് ആണ് ഇതിൻ്റെ മാക്സിമം RMS. നമ്മൾ മോണോ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പീക്കർ കണക്ഷനിൽ ചേഞ്ചസ് വരും. ഈ രണ്ട് പോസിറ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കും, രണ്ടാമത്തത് പോസിറ്റീവായിട്ടും ഉപയോഗിക്കും. മോണോ ഉപയോഗിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് ഈ ബ്ലാക്ക് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇതിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 2SA1302ഉം 2SC3281 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് 10,050 വോൾട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആംപ്ലിഫയറിൽ അവർ ഫാനൊന്നും ഉപയോഗിച്ചിട്ടില്ല, കാരണം വലിയ ഹീറ്റ് സിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ കവറിൽ ആവശ്യത്തിന് വെന്റിലേഷനും ഉണ്ട്, അതുകൊണ്ട് ഇതിന് ഫാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത്രയൊക്കെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷം. ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.